അമേരിക്കയുടെ ദേശീയ സുരക്ഷയ്ക്ക് ഗ്രീൻലാൻഡ് അനിവാര്യമാണെന്ന വാദമുയർത്തി ദ്വീപ് പിടിച്ചെടുക്കാനുള്ള നീക്കങ്ങൾ ഡൊണാൾഡ് ട്രംപ് ശക്തമാക്കി. സൈന്യത്തെ ഉപയോഗിക്കുന്നത് ഉൾപ്പെടെയുള്ള മാർഗങ്ങളെക്കുറിച്ച് വൈറ്റ് ഹൌസ് ഉന്നതതല ചർച്ചകൾ നടത്തുന്നതായി രാജ്യാന്തര മാധ്യമമായ BBC റിപ്പോർട്ട് ചെയ്തു. വടക്കൻ ധ്രുവ മേഖലയിൽ അമേരിക്കയുടെ സാന്നിധ്യം ഉറപ്പിക്കാനാണ് ഈ നീക്കമെന്നാണ് ഔദ്യോഗിക വിശദീകരണം. ഡെൻമാർക്കിന്റെ കീഴിലുള്ള അർദ്ധ സ്വയംഭരണ പ്രദേശമായ ഗ്രീൻലാൻഡിനെ വിലയ്ക്ക് വാങ്ങാനോ അല്ലെങ്കിൽ തന്ത്രപരമായ മാർഗങ്ങളിലൂടെ കൈക്കലാക്കാനോ ട്രംപ് നേരത്തെയും താൽപര്യം പ്രകടിപ്പിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ സൈനിക നീക്കം എന്ന ഭീഷണി കൂടി ഉയരുന്നത് യൂറോപ്യൻ രാജ്യങ്ങളെ ഞെട്ടിച്ചിരിക്കുകയാണ്. ഗ്രീൻലാൻഡിന്റെ ഭൗമശാസ്ത്രപരമായ പ്രത്യേകതകളും അവിടുത്തെ ധാതു സമ്പത്തുമാണ് അമേരിക്കയെ ആകർഷിക്കുന്നത്. ആർട്ടിക് മേഖലയിലെ റഷ്യൻ ചൈനീസ് സ്വാധീനം ചെറുക്കാൻ ഗ്രീൻലാൻഡ് അമേരിക്കയുടെ ഭാഗമാണെന്നാണ് ട്രംപിന്റെ ഉറച്ച നിലപാട്. ഇത് തങ്ങളുടെ ദേശീയ സുരക്ഷാ താൽപര്യങ്ങളുടെ ഭാഗമാണെന്ന് വൈറ്റ് ഹൌസ് വക്താക്കൾ ആവർത്തിക്കുന്നു. അമേരിക്കയുടെ നീക്കത്തിനെതിരെ നാറ്റോ അംഗരാജ്യങ്ങളും യൂറോപ്യൻ യൂണിയനും കടുത്ത പ്രതിഷേധവുമായി രംഗത്തെത്തി. ഡെൻമാർക്കിന് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് UK, ഫ്രാൻസ്, ജർമ്മനി, ഇറ്റലി, പോളണ്ട്, സ്പെയിൻ എന്നീ രാജ്യങ്ങൾ സംയുക്ത പ്രസ്താവന പുറത്തിറക്കി. അമേരിക്കയുടെ കടന്നുകയറ്റ ശ്രമങ്ങൾ അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണെന്ന് അവർ ചൂണ്ടിക്കാട്ടി.